എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിഷയങ്ങൾ വിദ്യാർത്ഥികൾ വീണ്ടും റിസൾട്ട് നോക്കിയപ്പോൾ ജയിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്കും ഇതുപോലെ സംഭവിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട അമർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിഷയങ്ങൾ വീണ്ടും നോക്കിയപ്പോൾ വിദ്യാർത്ഥികൾ ജയിച്ചു. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒക്ടോബർ മാസം 30 തുടങ്ങാവുന്ന ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം, അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററുകളിൽ ഇത് റെഗുലറായിട്ട് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുള്ള സപ്ലി ഇപ്പം 3-4-5 വട്ടം ഒക്കെ സപ്ലി എഴുതിയിട്ടും കിട്ടാതെ വിദ്യാർത്ഥികൾ ഇപ്പോൾ 2-3 വട്ടമൊക്കെ നിങ്ങൾ എന്താണ് ഈ ഫിഫ്ത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഫിഫ്ത്ത് സെമസ്റ്റർ നിങ്ങൾ 2-3 വട്ടമൊക്കെ സപ്ലി എഴുതിയതാണ്, എന്നിട്ടും നിങ്ങൾക്ക് ആ സപ്ലി എഴുതിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുവാണ്, ഇത്തവണ വീണ്ടും സപ്ലിക്ക് രജിസ്റ്റർ ചെയ്തു സപ്ലി എഴുതാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആ സപ്ലി എഴുതാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം പല വിദ്യാർത്ഥികളുടെ റിസൾട്ടും റിസൾട്ട് വരുമ്പോൾ ഫെയിലാവുന്നു, അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരുമ്പോൾ പാസ്സായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ മസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇത് റെഗുലർ വിദ്യാർത്ഥികൾക്കൊക്കെ എന്താണ് അത് നടക്കില്ല. കാരണം അവർ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ 2-3 വട്ടമൊക്കെ സപ്ലി എഴുതി വീണ്ടും ഫെയിലായിപ്പോയ വിദ്യാർത്ഥികൾ, വീണ്ടും സപ്ലി എഴുതാൻ കാത്തിരിക്കുന്നവർ തീർച്ചയായും ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കുക. അത് 5ാം സെമസ്റ്ററിൽ മാത്രമല്ല ഏതൊരു സെമസ്റ്ററിലാണെങ്കിലും ചെയ്തു നോക്കുക. കാരണം ചിലപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലി എഴുതാതെ തന്നെ നിങ്ങളുടെ ആ സെമ്മ് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ പുതിയ കാണുന്നതിന് മിസ്കത ഫൗണ്ടർ സ്ക്രൈഫ് എടുത്ത കാര്യങ്ങളുടെ ബൈ.